ഹായ് ഫ്രണ്ട്സ്, ജ്യോതിസ് കിച്ചണിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ കസ്റ്റാർഡ് പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 2 പഴുത്ത മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ അടിച്ചെടുത്ത മാങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. 3 ലെയറുള്ള മാംഗോ പുഡിങ്ങാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ലെയർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാരയെല്ലാം നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. ഏകദേശം നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നല്ലോണം അരിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. ഇപ്പോൾ പഞ്ചസാര നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കട്ട കട്ടാതെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് കുറുക്കി വെച്ച മാങ്ങ ജ്യൂസിൻ്റെ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതിലേക്ക്
മാംഗോ സിറപ്പ് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് മൂന്നാമത്തെ ലെയർ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്ന മാങ്ങാ പൾപ്പിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവർ 1 സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒന്ന് ചൂടാക്കിയിട്ട് കുറുക്കിയെടുക്കുക. ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മൂന്നാമത്തെ ലെയറായിട്ട് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ കസ്റ്റാർഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.